അസ്സലാമലൈക്കും. കണ്ണൂർ ഗ്രാമ കുക്കിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്നിവിടെ ഒരു ക്യാരറ്റ് പോള ഉണ്ടാക്കുന്നത്. ഇത് വെറും 20 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റും. 10 മിനിറ്റ് റെഡിയാക്കാൻ വേണ്ടി 10 മിനിറ്റ് കുക്കിംഗ് ടൈമാണ്. ഗസ്റ്റൊക്കെ വരുമ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാം. വൈകുന്നേരത്തെ ചായക്കായാലും വിചാരിക്കും ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്നാക്ക്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായം അറിയിക്കുക. എൻ്റെ വീഡിയോ കാണുന്നവർ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ ബാക്കിയുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത ബെൽ ബട്ടണും കൂടി അമർത്തുക, എന്നാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരുള്ളൂ. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കാമെന്ന് നോക്കാം. ക്യാരറ്റ് പോള ഉണ്ടാക്കാൻ വേണ്ടി 3 ചെറിയ ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. വലുതാണെങ്കിൽ 2 എടുത്താൽ മതി. അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി മുറിച്ചിട്ട് ഇത് വേവിച്ചെടുക്കാം. ക്യാരറ്റ് മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 1/2 ഗ്ലാസ് പാൽ ഒഴിച്ച് കൊടുക്കുന്നത്. ഞാൻ പാലിലാണ് വേവിച്ചെടുക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ വെള്ളം ഒഴിച്ചിട്ടും വേവിച്ചെടുക്കാം. ക്യാരറ്റ് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. പാലൊക്കെ കുറുകി ക്യാരറ്റ് വെന്തിട്ടുണ്ട്. കംപ്ലീറ്റ് പാല് വറ്റി വരുമ്പോഴേക്ക് ക്യാരറ്റ് വെന്ത് തണിഞ്ഞതിന് ശേഷം മിക്സിയിലിട്ട് അരച്ചെടുക്കണം. ക്യാരറ്റ് വെന്ത് തണിഞ്ഞതിന് ശേഷം മിക്സിൻ്റെ ജാറിലിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 3 ടേബിൾ സ്പൂണ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. ഞാൻ 3 മുട്ടയാണ് ചേർക്കുന്നത്. ഒരു നുള്ള് ഏലക്കായ പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കുന്നു. ഇനി ഇത് അരച്ചെടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂണ് പാൽപ്പൊടി ഇടുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിൻ്റെ ഇതിലേക്ക് ഞാൻ ഗീ പരട്ടി കൊടുക്കുന്നുണ്ട്. നല്ലപോലെ സൈഡിലെല്ലാം ഇതുപോലെ ഗീ പരട്ടി കൊടുക്കുക. ജസ്റ്റ് ഒന്ന് പരട്ടി കൊടുത്താൽ മതി. നല്ലപോലെ എല്ലാം പാൽപ്പൊടി എല്ലാം കൂടി നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം. സ്റ്റവ് ഓൺ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആദ്യം ഒരു മീഡിയം ഫ്ലെയിമിൽ വെക്കുക. ഒരു മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം നമുക്കൊരു തീ ചെറുതാക്കി വെക്കാം. അടച്ച് വെക്കുന്നുണ്ട്. ഇനി ഇത് 10 മിനിറ്റ് വേവിച്ചെടുക്കാം. ഒരു 7 മിനിറ്റിന് ശേഷം ഞാൻ തുറന്ന് നോക്കുന്നുണ്ട്. ഒരു ഹാഫ് ആയതിന് ശേഷം നമുക്ക് ഈ അണ്ടിപ്പരിപ്പ് വെച്ച് കൊടുക്കാം. ഫുള്ളായിക്കഴിഞ്ഞാൽ അത് അതിൻ്റെ വില കിട്ടൂല. ആദ്യം ഇട്ടാൽ അത് താഴേക്ക് പോവുകയും ചെയ്യും. കുറച്ച് മുന്തിരിങ്ങയും കൂടി വെച്ച് കൊടുക്കാം. ഇനി ഇത് അടച്ച് വെക്കാം. മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. തുറന്ന് നോക്കാം. ഒരു ടൂത്ത് പിക്ക് എടുത്തിട്ട് ഇതിങ്ങനെ കുത്തി നോക്കുന്നുണ്ട്. അതായത് തീരെ ഒട്ടിപ്പിടിക്കുന്നൊന്നുമില്ല. ആയിട്ടുണ്ട്. സ്റ്റൗ ഓഫ് ചെയ്യാം. നമ്മളെ ക്യാരറ്റ് പോള റെഡി ആയിട്ടുണ്ട്. ഇനി തണിഞ്ഞതിന് ശേഷം നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റാം. ക്യാരറ്റ് പോള റെഡി ആയിട്ടുണ്ട്. അതുകൊണ്ട് നല്ല ഉള്ളൊക്കെ കാണുന്നില്ല. നല്ല ഭംഗിയുണ്ട്. നല്ല ടേസ്റ്റുമാണ്. ഒരു 20 മിനിറ്റ് കൊണ്ട് ഇത് കംപ്ലീറ്റ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. ഇൻഷാ അല്ലാഹ് നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത് തന്നെ കാണാം. താങ്ക് യു.